ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കുറേ റോസാ മദർ പ്ലാന്റ്സിൻ്റെ ഇടയിൽ നിന്നാണ്. വലിയ പോട്ട്സിലും 20 കിലോ ബാഗിലുമൊക്കെ ആയിട്ട് കുറേ അധികം നാളുകളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഇത്തരം പ്ലാന്റ്സിൽ നിന്നാണ് റോസാ ചെടി കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടുന്ന സ്റ്റെംസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. പ്രൂണിങ് അല്ലെങ്കിൽ കട്ടിങ് ചെയ്യുമ്പോഴെല്ലാം റോസാ ചെടികൾ സ്ട്രോങ് ആയിട്ട് ഗ്രോത്ത് ആയി വരുന്നു. ഇത് എല്ലാ റോസുകളുടെയും ഒരു സവിശേഷതയാണ്. ഇങ്ങനെ ഓരോ പ്രൂണിങ്ങിന് ശേഷവും വരുന്ന പുതിയ തളിർപ്പുകൾ വീണ്ടും 6 തൊട്ട് 8 മാസം വരെ കാലയളവ് വളർന്ന് അടുത്ത ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ചെടി തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അതിനെ വീണ്ടും കട്ട് ചെയ്തെടുത്ത് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് പ്രക്രിയ വീണ്ടും തുടരുകയാണ്. ഗ്രാഫ്റ്റിംഗ് മാത്രമല്ല, ഇതിനിടയിൽ നിരവധി പ്രോസസ്സുകൾ ഇതേപോലെ ക്രമാനുഗതമായിട്ടും സമയബന്ധിതമായിട്ടും നടന്നു വരുന്നുണ്ട്. ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയ പ്ലാന്റ്സ് കുറച്ചുകൂടി വലിയ കവറിലേക്ക് മാറ്റുക, വലുതായി തുടങ്ങിയ പ്ലാന്റ്സ് എല്ലാം വലിയ വലിയ പോട്ടിലേക്കും വലിയ കവറുകളിലേക്കും മാറ്റുക എന്നിങ്ങനെ കുറേ പ്രോസസ്സ്. മാത്രമല്ല, ഇതിന് വേണ്ടുന്ന വളർച്ചയ്ക്ക് വേണ്ടുന്ന വളങ്ങൾ കൊടുക്കുക, അതുപോലെ പെസ്റ്റിൽ നിന്നും കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അവർക്ക് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത് അതുപോലെ തന്നെയാണ് ഓരോ റോസ് പ്ലാന്റ്സിനെയും അവിടുത്തെ കർഷകർ വളർത്തിക്കൊണ്ട് വരാറുള്ളത്. എന്നാൽ ഏറ്റവും ബേസായിട്ടുള്ളതും ആദ്യം തന്നെ ചെയ്യേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ശ്രമകരവുമായിട്ടുള്ളൊരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞില്ല. നമുക്കിനി അതെന്താണെന്ന് നോക്കാം. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൂട്ട് സ്റ്റോക്ക് വേണ്ടേ? അതിനെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരം. അതിനെ ചൊല്ലിയൊക്കെയുള്ള വിശദമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം വളരെ ശ്രമകരമായിട്ടും വളരെ പണിപ്പെട്ടും ക്രമാനുഗതമായിട്ടും ചെയ്തു വരുന്ന പല സംഗതികളിലൂടെയാണ് നമുക്ക് വളരെ വിവിധ വെറൈറ്റികളിലുള്ള റോസ് പ്ലാന്റ്സ് കിട്ടുന്നത്. അതിവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലെല്ലാം എത്തിച്ച് വീഡിയോ ഇട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടി ആ ഒരു പ്രോസസ്സ് അർത്ഥവത്താകുകയാണ്, അതല്ലെങ്കിൽ പൂർണ്ണമാകുകയാണ്. നമ്മുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു മരുന്നെന്നോണം നമുക്ക് വേണ്ടി നല്ല പ്ലാന്റ്സുകൾ വളരെ സമയമെടുത്ത് ഹെൽത്തി ആയിട്ട് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്.